ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി യൂട്യൂബ് ചാനൽ അമിയാസ് പ്രീറ്റി പാലറ്റ്. സോ ഇന്നത്തെ വീഡിയോ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. സോ അത് പ്രമാണിച്ച് നമ്മുടെ ലൈഫ് വിത്ത് ആലുവിൻ്റെയും നമ്മുടെ ആരാധ്യ നമ്മുടെ ലച്ചു എനിക്കൊരു ട്രഷർ ഹണ്ടൊക്കെ ചെയ്തിട്ട് ഗിഫ്റ്റ് കണ്ടുപിടിച്ച് അൺബോക്സ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. സോ അതിൽ ഞാൻ ഗിഫ്റ്റൊക്കെ തപ്പുന്നതൊക്കെ നിങ്ങളൊന്ന് കണ്ടുവരൂ. ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ നമ്മുടെ ലൈഫ് വിത്ത് ആലുവിൽ ലച്ചുവും ഈ നമ്മുടെ അമിയാസ് പ്രീറ്റി പാലറ്റിൽ ഞാനും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും മറക്കാതെ എല്ലാ വീഡിയോസും ഇരുന്ന് കാണും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ട്രഷർ ഹണ്ട് സ്റ്റാർട്ട് ചെയ്താലോ ഗൈസ്? അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്ലൂ കിട്ടാൻ പോവാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇതിൻ്റെ ബാലൻസ് വീഡിയോ ലൈഫ് വിത്ത് ആലുവിൽ കൂടെ കണ്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലൂ ഞാൻ മേടിക്കാനായിട്ട് പോവാണ്. നമുക്ക് മേടിക്കാം. നമ്മുടെ ഫസ്റ്റ് ക്ലൂ എന്താവോ ക്ലൂ? ഓക്കെ, അപ്പം നിന്റെ ഫസ്റ്റ് ക്ലൂ നിന്റെ സ്കൂൾ ബാഗിലുണ്ട്. അല്ല, ഫസ്റ്റ് ക്ലൂ അല്ല, ഫസ്റ്റ് ഗിഫ്റ്റ് എൻ്റെ സ്കൂൾ ബാഗിലോ? ഗൈസ്, അപ്പോൾ നമ്മുടെ എൻ്റെ സ്കൂൾ ബാഗ് നമുക്ക് പരിശോധിക്കാം. ഇതിൽ എവിടെ ഇപ്പോൾ കാണും? എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ്. അപ്പം നമ്മൾ ഇപ്പോഴേ പൊട്ടിക്കുന്നില്ല, നമ്മൾ ഇതിലോട്ട് ഇടുവാണ്. അടുത്ത ക്ലൂ നമുക്ക് നോക്കാം ഗൈസ്. ഇത് ഞാൻ നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ആരാധ്യ നമുക്കിങ്ങനെ പറഞ്ഞു തരും കേട്ടോ. യെസ്, നമുക്ക് നെക്സ്റ്റ് ക്ലൂ എന്താ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. അടുത്ത ക്ലൂ ഞാൻ പറയാണ്. അടുത്ത ക്ലൂ ഷോ ഐറ്റംസിൻ്റെ ഇടയിൽ എവിടെയുണ്ട്. ഗൈസ്, അപ്പോൾ ഷോ ഐറ്റംസ് എന്ന് പറയുമ്പം നമുക്ക് തപ്പേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടെ എവിടെ കാണും? അങ്ങനെയൊന്നും പറയാം. നീ എങ്ങനെ കൊണ്ടുവച്ചിട്ട് ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചത്? ഗൈസ്, ഇവിടെ ഞാൻ നോക്കട്ടെ. അല്ല, എനിക്ക് ഇവിടെ ഗൈസ്, അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെന്ത്? നമുക്കിത് ഡൗൺ ഓഫ് ഡൈനിങ് ടേബിൾ. ഡൗൺ ഓഫ് ഡൈനിങ് ടേബിൾ എന്ന് പറയുമ്പം നമുക്ക് ഡൈനിങ് ടേബിളിന് താഴെ നോക്കാം. യെസ്, ഇത് തന്നെ കിട്ടിയിട്ടുണ്ട് ഗായ്സ്. നമുക്കിതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ എക്സ്ചേഞ്ച് ഇടാം. ദെൻ നെക്സ്റ്റ് ക്ലൂ പോരട്ടെ. സോ അടുത്ത ക്ലൂ നമുക്ക് കിട്ടാനുള്ള സമയമായിരിക്കാണ്. എന്താണ്? റെഡിയാണോ? യെസ്, എപ്പോഴേ റെഡി. ഞാൻ മുമ്പ് പറഞ്ഞു പറയട്ടെ. അടുത്ത ക്ലൂ ഇൻസൈഡ് ദ ബെഡിലുണ്ട്. ഇൻസൈഡ് ദ ബെഡ്. ഇൻസൈഡ് ദ ബെഡ്. അപ്പോൾ ഗൈസ്, ഇൻസൈഡ് ദ ബെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കട്ടിലിൻ്റെ ഈ ഒരു ഡ്രോവറിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. സോ അടുത്ത ക്ലൂ നമുക്ക് കണ്ടുപിടിച്ചിട്ട് അടുത്തത് കിട്ടാം. സോ അടുത്ത ക്ലൂ കിട്ടാൻ വേണ്ടി ഞാനും കട്ട വെയിറ്റിംഗ് ആണ്. സോ നമ്മുടെ ലച്ചു ഇപ്പോൾ പറഞ്ഞു. നീ അടുത്ത ക്ലൂവിന് റെഡിയാണോ? യെസ്, എപ്പോഴേ റെഡി. ചോദിക്കണ്ടായിരുന്നു. അടുത്ത ക്ലൂ നിന്റെ സ്റ്റഡി ടേബിളിലാണ്. നമ്മൾ പറയുന്നത് അപ്പം സ്റ്റഡി ടേബിളിൻ്റെ അവിടെ നിന്ന് പറയുന്നത് ഇതിനകത്ത് വരെ മനസ്സിൻ്റെ കാണുന്നു. അങ്ങനെ ഞാൻ വാരി വലിച്ചിട്ടില്ല. ഇവിടെ കാണൂ? ഇല്ല. സിമ്പിൾ സ്ഥലത്താണോ? ഇവിടെ ഒന്നും എനിക്ക് കാണുന്നില്ല കേട്ടോ. കാണുന്നില്ല? യെസ്, അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും സിമ്പിൾ പ്ലേസസിലൊക്കെയാണ് ഇതുവരെയും കിട്ടിയിട്ടുള്ളത്. ഇതെന്ത് ഗൈസ്? കമ്മലാന്ന് അത് കണ്ടാലേ മനസ്സിലായി. ഗൈസ്, ഇതിൻ്റെ ആണിങ്ങനെ ഉണ്ടോ? കമ്മല. ഇത് ഇവൾക്ക് ഇച്ചിരി ബർത്ത്ഡേ ആണ്. ഇച്ചിരി ഇങ്ങനെ ക്ഷീണിക്കാതൊക്കെയാണ് ഇത്ര സിമ്പിൾ പ്ലേസ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ നല്ല ടഫ് ക്ലൂ ഒക്കെ വെച്ചോളായിരുന്നു. സോ അടുത്ത ക്ലൂവിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. അടുത്ത ക്ലൂ ഈ വീട്ടിലെ ഏതോ ഒരു കബോർഡിലുണ്ട്. ഗൈസ്, റൂം കബോർഡ് എന്നാണ് പറയുന്നത്. ഇതിൽ വരാനാണ് ഏറ്റവും നല്ല ചാൻസ് ഉള്ളത്. ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഗൈസ്, അടുത്ത ക്ലൂ എന്ന് പറയുന്നത് റൂം കബോർഡാണ്. ഇതാ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് പ്ലേസിലോട്ട് പോകുന്നത് എനിക്ക് അറിയത്തില്ല. ഓക്കെ, അടുത്ത ക്ലൂ നമുക്ക് കിട്ടാൻ സമയമായിരിക്കുകയാണ് ഗൈസ്. കിട്ടും. ഓക്കെ, ഒറ്റ മിനിറ്റ് ഗൈസ്. നെക്സ്റ്റ് ക്ലൂ. ഓക്കെ, നെക്സ്റ്റ് ക്ലൂ എക്കോ ഫ്രണ്ട്ലി വെഹിക്കിൾ. എക്കോ ഫ്രണ്ട്ലി. അപ്പോൾ എക്കോ ഫ്രണ്ട്ലി വെഹിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ എന്താ പറയുക, നമ്മുടെ ഇവിടെ ഇലക്ട്രിക് ഒന്നുമില്ല. അപ്പോൾ എന്തായ? അപ്പോൾ ഞാൻ പറയട്ടെ, ഇതായിരിക്കും നെക്സ്റ്റ്. അതാണ് നെക്സ്റ്റ്. ഇത് ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതല്ലേ ഈ ക്ലൂവിൻ്റെ അർത്ഥം? ഇതല്ലേ? യെസ്. ഓക്കെ, ഇത് ഞാൻ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. ഇത് ഇവിടെ കെട്ടിട്ട് ഇനി തൊട്ട് കിട്ടാൻ പോകുന്ന ഡ്രസ്സിന് ഇവിടെ ഞെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഡ്രസ്സല്ല. ഡ്രസ് ക്ലൂ. ഓക്കെ, ക്രിസ്റ്റൽ. എന്ത് പറയൂ? അയ്യോ, ഇതൊക്കെ ആകെ പറയട്ടെ. ഇത് ഗൈസ്, നമ്മുടെ വീഡിയോ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും. ഞാൻ കയ്യിൽ ഇങ്ങനെ കുളിക്കാൻ കാരണം നമ്മൾ നോക്കുന്നതിന് തീർത്തി. സ്റ്റെയർ റൂം. സ്റ്റെയർ റൂമിലുണ്ടേ. ഓക്കെ, അപ്പോൾ സ്റ്റെയർ റൂമാണെന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു ഇവിടെ എനിക്ക് ഷട്ടിൽ ബാറ്റ് മേടിച്ചത്. എനിക്ക് ഷട്ടിൽ ബാറ്റ് മേടിച്ച സമയത്ത് ഇവിടെ എവിടെ നിന്ന് എനിക്ക് നോക്കണ്ടേ? അത് പൊട്ടുന്നതാണോ? താഴെ എനിക്ക് തോന്നുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ്. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് കൊണ്ടിടാം ഗൈസ്. അറിയാതെ പേര് വായിച്ചു പോയി. സോറി. എന്തുവാ? ഓക്കെ, അടുത്ത സ്റ്റെയർ റൂമിലുണ്ട്. കഴിഞ്ഞ സ്റ്റോർ റൂം തന്നെയാണ് പറയാം. അടുത്ത സ്റ്റെയർ റൂമിലുണ്ട്. ഗായ്സ് അപ്പോൾ സ്റ്റോർ കുറച്ച് നേരത്തെ കുറച്ച്
അപ്പോൾ സ്റ്റോർ റൂം സ്റ്റെയർ റൂം വെച്ചാൽ ഈ സ്റ്റെയർ റൂം നമ്മൾ ടെറസ് നോക്കാൻ പാടില്ല, സ്റ്റെയർ റൂം ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ വാഷിംഗ് മെഷീനകത്ത് കാണാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കും. ഞാൻ ഇവിടെ ഇന്നെ എല്ലാം പഠിപ്പിച്ച് വെച്ചേക്കാം. പക്ഷേ ഒട്ടുമല്ല ഗായ്സ്. ഇപ്പോൾ നെക്സ്റ്റ് ഗ്ലൂ നമുക്ക് ടെറസാണ് കിട്ടിയില്ല, നമുക്ക് പോയി നോക്കാം. വെയിലായതുകൊണ്ട് അപ്പോൾ ക്ലാരിറ്റി ആണ്. ഗായ്സ് കിട്ടിയിട്ടുണ്ട്. അത് താഴെയിടല്ലേ, പൊട്ടുന്നതല്ല, എന്നാൽ താഴെയിടാൻ മതി. ഗായ്സ് അപ്പോൾ എൻ്റെ കയ്യിൽ സാധനങ്ങൾ സഞ്ചിയിൽ എടുത്തുകൊണ്ട് വരേണ്ടിയിരുന്നു. സോ ഗായ്സ് അപ്പോൾ നമ്മുടെ ട്രഷർ ഹണ്ട് കഴിഞ്ഞ് ഇങ്ങനെ വേണം കേട്ടോ എല്ലാവരും. പറ്റത്തില്ലേ? കാരണം ഞാൻ വിചാരിച്ചത് പാടുമില്ല, അതിനെ കൂടെ ക്ലൂസ് ഒക്കെ സിമ്പിൾ ആയിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം വലിയ ക്ഷീണിക്കുന്ന പരിപാടിയായിരുന്നു. അത് മാത്രമല്ല പെട്ടെന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രഷർ ഹണ്ട് ക്ഷീണത്തിൽ നമ്മൾ വലിയ ക്ഷീണമൊന്നുമില്ലെങ്കിൽ നമുക്ക് വിശക്കുന്നതുകൊണ്ട് നമ്മൾ ആപ്പിൾ തിന്നുക. ഗായ്സ് അപ്പോൾ നമുക്ക് 10 ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ മെനു നോക്കാം. അത് നമുക്ക് അറിയാമല്ലോ, 10 ഗിഫ്റ്റാണ് നോക്കിയാൽ മതി. ഇതൊന്നാണ്, ഇത് 2, ഇത് 3. കാരണം സോഫ്റ്റ്നെസ് കണ്ടിട്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇത് 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇപ്പം ഇത്രയും ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോന്ന് 10 ബോക്സ് ഇപ്പോൾ ഡ്രസ്സ് എന്ന് ഓൾറെഡി ക്ലൂ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗായ്സ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പൊട്ടിച്ച ഗിഫ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട പേനയാണ്. നല്ല സ്മൂത്ത് ആട്ടോ, ഡോംസിൻ്റെ ഇൻക്സോ എന്ന് പറയുന്ന പേനാണ്. അപ്പോൾ ഗായ്സ് അടുത്തത് എനിക്ക് എന്തോന്ന് ഗസ് ഉണ്ട്, ഇറേസറാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി എല്ലാം ഇങ്ങനെ ഇത് റാപ്പ് ചെയ്തെന്നൊക്കെ എനിക്ക് ശരിക്കറിയാം. ഇതെന്തുവാന്ന് എനിക്ക് മനസ്സിലാവില്ല, ഇത് പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റാണ്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്കൊരു ക്ലൂ ഇല്ല, അവൾ ക്ലൂ തരത്തില്ല. എനിക്ക് നേരത്തെ തൊട്ടേ ക്ലൂ എനിക്ക് തന്നിട്ടില്ല. ഇത് നീ പൊട്ടിക്കേണ്ടി വരും കേട്ടോ. നിന്റെ ബർത്ത്ഡേക്ക് നീ അവിടെ കൊടുത്തില്ലേ? പറ്റത്തില്ലമ്മേ. നീ വലിച്ചു നിൽക്കുക കുഴപ്പം. ഈ ഗിഫ്റ്റ് ഒന്നും വലിച്ചു കയറാൻ പറ്റത്തില്ലേ? ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് പൊട്ടിച്ചിട്ട് കാണാം. അതായിരിക്കും നല്ലത്. ഗായ്സ് അപ്പോൾ ഇവിടെ ക്ലൂ ഉണ്ട്, പക്ഷേ അവൾ പറഞ്ഞത് മെയിൻ ചെയ്യണമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കുവേ, ഇവിടെ ഇങ്ങനെ കൊണ്ടൊക്കെ. അപ്പോൾ അടുത്ത് ഞാൻ നോക്കാൻ പോകുന്നത് എന്ത് വേണം എനിക്കറിയാം, മാലയാണെന്ന് എനിക്കറിയാം. ഓ, ഇവക്കെല്ലാം തൊടുമ്പോഴേ മനസ്സിലാവില്ല. ഇത് കേക്കിലിരിക്കുന്ന ഞാൻ വിളിച്ചതെന്താ ഈ മറ്റേ കേക്കിലും. ഞാൻ പറയാം, ഞാൻ സത്യത്തിൽ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി സെയിം മാല ഞാൻ കണ്ടേ. ഞാൻ ഐശ്വര്യ പോയപ്പോഴേ ഇതേ ഉള്ളായിരുന്നു അവിടെ. ഞാൻ വേറെ കുറെ നോക്കിയതാണ്, അവിടെ തീർന്നാണോ ഇതെന്തായാലും കമ്മലാന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായി. അത് ഓൾറെഡി സോറി എനിക്ക് ആക്കണമെന്നുണ്ട് ഗൈസ്. അത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അത് നോക്കേണ്ട സെലക്ഷൻ കുഴപ്പമില്ല. അത് വലിയൊരു രസമില്ല, എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അത് ഇഷ്ടപ്പെട്ടു. ഇത് അടുത്ത പൊട്ടിക്കണ ഏത് മനസ്സിലാവില്ല. അപ്പോൾ ഗൈസ് ഇതെന്ത് വന്നിട്ടുണ്ട്, ഇവിടെ വൈറ്റ് പേപ്പറൊക്കെ പൊടിഞ്ഞു. ഞാൻ ഗിഫ്റ്റ് പേപ്പർ ഇല്ലെന്ന് വിചാരിച്ചു. അപ്പായിട്ട് നമുക്ക് മേടിച്ചോണ്ട് വന്നു. അപ്പോൾ ഹെയർ ബാൻഡ് ഞാൻ വിചാരിച്ചത് ഹെഡ്സെറ്റോ. ഓക്കെ, നിന്റെ ഈ മണ്ടത്തിലെല്ലാം ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ടും ഇടയ്ക്ക് നോക്കിയേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടെൻറ്റ് കിട്ടുന്നുണ്ട്. പൊട്ടിക്കില്ലേ? അപ്പോൾ നമുക്ക് പൊട്ടിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ പൊട്ടിക്കാൻ കണ്ടില്ല കേട്ടോ. നമ്മൾ ആദ്യം ഇത് ലാസ്റ്റേ പൊട്ടിക്കാമേ. കുഞ്ഞതിക്ക് നമ്മൾ തുടങ്ങിയിട്ട് നമ്മൾ വലുതേക്ക് ഇതെന്ത് കാണാൻ എനിക്കറിയില്ല. ഓ ഗൈസ് സ്ക്രഞ്ചിയാണ് കേട്ടോ, നമ്മൾ കയ്യിലിടുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പൊട്ടിച്ചോളൂ. ഇതെന്തോ മനസ്സിലായി, എനിക്ക് മനസ്സിലായി. മൂന്നാം ഭാഗം എനിക്കറിയാം. മൂന്നാമല്ല മറ്റൊരു സംഭവമല്ലോ. ഇത് വെച്ച് ഞങ്ങൾ ഓർഡർ ചെയ്തല്ല വന്നത്. ഞങ്ങൾ സോളാർ സിസ്റ്റത്തിൻ്റെ ആണ് ഓർഡർ ചെയ്തത്. പക്ഷേ വന്നപ്പോൾ ഗ്ലോബ് ടീം ആയിട്ട് സോറി ഇവിടെ ഓ ടേപ്പം കണക്കിയ പോലെ വെച്ചാൽ ഒളിച്ച് കുറച്ചിട്ട് സമാധാനം കിട്ടും. അങ്ങനെ പൊട്ടിക്കല്ലേ, അത് പോവും. ഇല്ല താഴെ വേണം പൊട്ടല്ലേ ദേവി. ഗായ്സ് അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗ്ലോബ് കുഴപ്പമില്ല, പക്ഷെ നല്ല രസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിൽ ബാക്കി കൂടെ ഉണ്ട് അതിനകത്ത്. അല്ല ഇതല്ലേ മെയിൻ സാധനം. അത് വെക്കുമ്പോൾ തിളങ്ങും. അത് തിളങ്ങും. അങ്ങനെ ലൈറ്റ് ഒന്നും ഞാൻ നോക്കിയിട്ട് കത്തുന്നില്ല. അല്ല ഇത് ചാർജ് ചെയ്താൽ കത്തും. ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഇനി അടുത്ത ഗിഫ്റ്റ് ഇതാണ്. അവൾ പറയുന്നത് ലാസ്റ്റ് അത് ഈ ലാസ്റ്റ് വെക്കാം. അത് കാരണം ഇതാണ് നമ്മുടെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതാണ് നീ പറഞ്ഞത്. എനിക്ക് നീ എടുക്കുക. ഞാൻ എടുക്കും, കാരണം ഇത് ഭയങ്കര ചീറ്റാണ്. എന്താ അത് അൺഎക്സ്പെക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. ഒരു ഗിഫ്റ്റ് പേപ്പർ, പത്ര പേപ്പർ. ഗൈസ് അപ്പോൾ ഒരു ഡ്രസ്സാണ്, നല്ല പാറ്റേൺ. ഞങ്ങൾ ആദ്യം അടിപൊളി ഡ്രസ്സ് ഇട്ട് അതിലെന്തോ ഒരു ഇതുണ്ട്. നീ ഇതിന്റെ ക്യാമറ നിന്നെ കാണത്തില്ല കേട്ടോ. ക്യാമറയിൽ എത്രത്തോളം നടന്നു എനിക്കറിയത്തില്ല. എന്തായാലും നല്ല ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ചെയ്ത് നോക്കിയാൽ 38 സൈസ്. ഇച്ചിരി ഇങ്ങനെ നമുക്ക് ലാസ്റ്റ് ഇടുമ്പോൾ എനിക്ക് അതിന് വള്ളിയില്ല. അതാണ് ലാസ്റ്റ് ഗായ്സ്. നമ്മുടെ ലാസ്റ്റ് ഗിഫ്റ്റാണ് ഇവൾ പറയുന്നത്. എനിക്ക് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗിഫ്റ്റാണ്. നമുക്ക് ഭയങ്കര എത്ര ഇഷ്ടപ്പെടണമെങ്കിൽ എന്താണ് കാണുന്നത്. കുറച്ച് സൂട്ടൊക്കെ പോയിട്ടുണ്ട്. മേടിച്ചതാ സമയമില്ലാത്ത നിങ്ങൾ ബാക്കിലാണ് മേടിച്ചാൽ അത്യാവശ്യം പുറത്ത് കിട്ടും.
ഇതോ ഓൺലൈനിൽ മേടിച്ചോ? അതിന്റെ അകത്ത് വന്ന് ഓക്കെ. ആ കണ്ണട ഞാൻ പഠിച്ചു തരാമേ. എന്നിട്ട് നീ കണ്ണടക്കണടി. എന്തായാലും പൊട്ടിച്ചു കേട്ടാ. കണ്ണടക്കി ഇവിടെ പറഞ്ഞിട്ടുള്ള തീവ്രമുള്ള സാധനം എന്നൊക്കെയാണ് ക്ലൂ തന്നിട്ടുള്ളത്. കണ്ണടച്ചിട്ട് കളത്തിൽ കഴിക്കുമല്ലേ? ദൈവമേ ഓണാക്കിട്ട് തരല്ലേ എന്തുവാ ഞാൻ പറഞ്ഞാണോ? അല്ല ഇതെന്തുവാ? ബ്രീത്ത് ചെയ്യുന്ന സാധനം. അതെങ്ങനെയാ? ബാറ്ററി സംസാരിക്കുവോ? എനിക്ക് ഓടി സംസാരിക്കത്തില്ല. ഇത് ജസ്റ്റ് പാട്ട് ചെയ്തിട്ട് നോക്കുക. അല്ല അത് ഡ്രസ്സിന്റെ കളറല്ല. അത് ലൈറ്റ് ഓഫ് ആക്കാൻ വേണേ. ഇവിടെ തന്നെ നമ്മൾ ഡ്രസ്സ് വേണം. പാട്ട് ഓഫ് ആക്കാം. ഇനി ഓഫ് ആക്കാൻ അത് ഇനി കഴിഞ്ഞ് ഇത് ഓഫ് ആവാം. ഇഷ്ടപ്പെട്ടോ? നീ പറ. ഇഷ്ടപ്പെട്ടോ? നല്ല അടിപൊളി നല്ല ഡ്രസ്സ് കേട്ടോ. എനിക്ക് കെട്ടിപ്പിച്ചിട്ട് കിടക്കില്ല. അപ്പച്ചി പറഞ്ഞ ടെഡി ബിയർ കേട്ടിട്ടില്ല. ഇത് കണ്ടോ? ബ്രീത്ത് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത് വർഷമാണെങ്കിൽ പിന്നെ എനിക്കൊരു അഭിപ്രായമൊക്കെ പറയണോ? എനിക്ക് ഇങ്ങനെ വെച്ചിട്ട് നല്ല സുഖം കണ്ടോ? നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കൂടുതൽ ടൈം കണ്ടിട്ടില്ല. ഞാനൊന്നും ബാറ്ററി ഇടാതുണ്ട്. ബാറ്ററി ഇട്ടോ നിങ്ങൾ? ഇത് തിരുമ്പ ബാറ്ററി ഇട്ടില്ലാവല്ലോ. തിരുമ്പ് ബാറ്ററി ഇട്ടാൽ മതി. ആ കാഴ്ചയുടെ ബ്രീത്തിങ് സൗണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബ്രീത്തിങ് സൗണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ചുമ്മാ രസമല്ലേ? ഒരു ബർത്ത്ഡേ അല്ലേ ഉള്ളൂ. ഒരു കൊച്ചി ഇതെനിക്ക് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഗൈസ് ഞാൻ മിക്കവാറും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ഇവളിങ്ങനെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ അവസാനിക്കുന്ന സമയമായിരിക്കുകയാണ്. ഇനി എനിക്ക് കട്ടിങ് സമയത്ത് അടിപൊളി ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് കാണാം. നമ്മൾ ശരീരമൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പം നമുക്ക് അതുവരെയും ബൈ വീഡിയോസ്. നമ്മുടെ ഡ്രസ്സ് ഇതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. പക്ക് കിട്ടിയപ്പോൾ മുതൽ അത് അവളുടെ കയ്യിലാണ്. അത് അവിടെ പോയി ഞാൻ വീഡിയോ എടുക്കാം. അതിൻ്റെ വേണേ നീ ആ പാട്ടം കോഫി നമ്മുടെ കുഞ്ഞിന് വലുണ്ടോ? അപ്പൊ ഗൈസ് നീ വൈൻഡപ്പ് ചെയ്യാണോ? സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെയല്ല ഇന്ന് കേക്ക് കട്ടിയുമ്പോൾ റെഡി ആയിട്ട് കാണാം. ഞാൻ ശരീരമൊക്കെ ഇട്ടിട്ട് വരാം. സോ അവർക്ക് എപ്പോഴാ പരിപാടി കൂടെ പറ. എപ്പോഴാ പരിപാടി? പരിപാടി ഏകദേശം ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും. ഓക്കെ, സോ ഓക്കെ ബൈ. ആ പറഞ്ഞോ, വിഷ് പറഞ്ഞോ. വിഷ് പറഞ്ഞിട്ട് കട്ട് ചെയ്യണം. ഊതിക്കോ. ആ ഇനി കട്ട് ചെയ്തോ? വിഷ് പറഞ്ഞേ.